Brother Simjan. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की स्तुति हो आज रात में. വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. आज रात में जो है फिर से परमेश्वर के वचन को लेके आपका बीच में रहने के लिए मैं प्रभु को धन्यवाद करता हूं और हम प्रार्थना के साथ बैठे ताकि पवित्र आत्मा हम लोगों से बातचीत करने पाए. ദാവീദിന്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷികളുടെ വലിയ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടും ദാവീദ് നമ്മളോട് വിളിച്ചു പറയുന്ന ചില സന്ദേശങ്ങളാണ് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. दाऊद का जीवन के बारे में बीते कई सप्ताह से हम लोग देख रहा था, जहाँ दाऊद अपना जिंदगी से हमें जो घोषणा करने वाला कुछ गवाहियों को हम लोग सुना. ഇന്നും ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും മറ്റൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. और आज जो है फिर से वही दाऊद का जिंदगी से हम लोग दूसरा एक मनन, दूसरा एक सोच को आपके साथ बांटने के लिए मैं चाहता हूं. ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ദാവീദിനെ കുറിച്ച് പറയുന്ന കാര്യം നമ്മൾ കാണുവാനിടയായി തീർന്നു. ദാവീദിനെ ദൈവം എങ്ങനെയാണ് രാജാവാക്കിയത്, രാജാവായി തീർന്ന ശേഷം താൻ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്ന ദീർഘകാലത്തെ കുറിച്ച് നമ്മൾ കാണുവാനിടയായി തീർന്നു. और इब्रानी का पत्र 11 अध्याय में हम लोग ये देख चुका था कि दाऊद कैसे राजा बन गया और राजा बनने से पहले काफी साल तक उनको इंतजार करना पड़ा. वो समय का परेशानी इत्यादि बातों को हम लोग बीते बार देखा और दाऊद के बारे में जो सुना है वो वचन हमारा जीवन के लिए फिर अनुग्रह का कारण बनने पाए. എന്നാൽ ദാവീദ് രാജാവായി തീർന്ന ശേഷം തന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതിലൂടെയെല്ലാം താൻ പ്രാപിച്ചതായ ഒരു സാക്ഷ്യമാണ് ഇന്ന് രാത്രികാലം നിങ്ങളുമായിട്ട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. और दाऊद जो है राजा बनने के बाद जो है काफी अनुभव उनका जीवन में हुआ. उसके द्वारा उनका जीवन में जो प्राप्त किया हुआ कई गवाही हमें जो मिल रहा है, उस गवाही का कुछ बातों को मैंने आज आपके सामने रखना चाहते हैं. നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മെ കുറിച്ച് എന്നെ കുറിച്ച് ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ദൈവം പറയുന്ന വൺ ലൈനർ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വൺ ലൈനർ അബൌട്ട് യു. और हम लोग जो है इस साल हमारा जीवन जो है इस दुनिया से खत्म हो जाता है या हम लोग इस दुनिया छोड़कर जो है जाना पड़ता है, उस वक्त में दुनिया का लोग या अन्य लोग जो है हमारे बारे में बोलने वाला गवाही एक शब्द में या एक वाक्य में जो बता सकता है, तो वो क्या है उसके बारे में हम लोग आज मनन करेंगे. മോശയെ കുറിച്ച് ദൈവം പറഞ്ഞ ഒരൊറ്റ വാചകമുണ്ട്, എന്റെ ദാസനായ മോശ മരിച്ചു. और मूसा के बारे में प्रभु बोला हुआ एक शब्द है, मेरा दास मूसा का मृत्यु हुआ. ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ ഭക്തനായ ഇയ്യോബ്, എ ഗോഡ്ലി മാൻ. और जब अय्यूब के बारे में बात करता है तो प्रभु ये शब्द इस्तेमाल कर रहा है कि बहुत भक्त का, मेरा भक्त अय्यूब. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷത്തിനു വേണ്ടി എരിഞ്ഞടങ്ങിയ ഒരു ജീവിതം, ഞാൻ എൻ്റെ ജീവനെ വലിയതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞതായ പൗലോസ്. और पौलुस के बारे में जो गवाही परमेश्वर के वचन में जो लिखा है, प्रभु के लिए माने अपना जिंदगी को माने पूरी तरीके में जलाने के लिए समर्पित किया हुआ एक जिंदगी, अपना जान को मूल्य नहीं समझने वाला एक जिंदगी. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായ ഒരു പ്രമുഖ ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രമുഖ സന്ദേശമുണ്ട്. और इस प्रकार अलग अलग लोगों के बारे में हमारा हृदय के अंदर में आने वाला एक विशेष संदेश होता है, एक विशेष गवाही होता है. ഇന്ന് രാത്രികാലം നമ്മുടെ സന്ദേശം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളെ കുറിച്ചുള്ള വൺ ലൈനർ? വാട്ട് ഈസ് ദ വൺ ലൈനർ അബൌട്ട് യു വിത്ത് റെസ്പെക്ട് ടു ദ ടെസ്റ്റിമണി of you in front of God. तो आज का संदेश शुरू करने से पहले एक सवाल मैंने आपके सामने रखना चाहते हैं. प्रभु को आपके बारे में अगर एक शब्द बोलना है या एक वाक्य बोलना पड़ेगा, वो क्या रहेगा? प्रभु आपके बारे में क्या बोलेंगे, लोगों को क्या विवरण देंगे? Praise the Lord.
Hallelujah. ഇവിടെ ദാവീദിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ടെസ്റ്റിമണി ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് 1 ശമൂവേൽ 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യവുമാണ്. और यहाँ पे दाऊद के बारे में परमेश्वर जो बताया हुआ जो पद जो है 1 शमूएल 13 का 14 में हमें नजर आता है. वहां पे परमेश्वर राजा दाऊद के बारे में क्या बोला है. दूसरा जो है प्रेरितों का काम 13 अध्याय का 22 पद में भी हमें नजर आता है. അവിടെ രണ്ട് ഭാഗത്തും പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ये दोनों जगह में दाऊद के बारे में जो आमतौर से बोलने वाला एक शब्द है, मेरा हृदय के आधार पर रहने वाला एक व्यक्ति. ഓ പ്രൈസ് ദി ലോർഡ്. എന്തൊരു ശക്തമായിട്ടുള്ള, എന്തൊരു ഉത്തമമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം ദാവീദിനെ കുറിച്ച് പറയുകയാണ്. और दाऊद के बारे में परमेश्वर जो है बोल रहा है, वो मेरे मन के अनुसार जो मिला हुआ एक व्यक्ति. പ്രൈസ് ദി ലോർഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. കാരണം ദാവീദിനെ ദൈവം രാജാവായി വാഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ദൈവം ശമൂവേലിനോട് പറഞ്ഞ ഒരു കാര്യം, നീ അവന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്, ഹൃദയത്തെ നോക്കി ദൈവം തെരഞ്ഞെടുത്ത ദാവീദ്, ആ ദാവീദിനെ കുറിച്ച് തന്റെ കാലശേഷവും ദൈവം പറയുകയാണ്, അവൻ ഹൃദയപ്രകാരം, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. ये हमारा हृदय की अंदरूनी अवस्था को जो बताता है, क्योंकि परमेश्वर जब दाऊद को चुनने से पहले एक बात बोला था कि तुम उसका ऊंचाई को, उसका चौड़ाई को नहीं देखना, उसका हृदयों को मैं जांचते हैं. इसी प्रकार दाऊद का हृदय को जांचते हुए जब दाऊद को परमेश्वर ने चुन लिया, और दाऊद के अंत के बाद भी प्रभु दाऊद के बारे में यही गवाही देता है, उसका हृदय मेरे तरफ जो है लगा हुआ था. ഇതാണ് ദൈവം നോക്കുന്നതിൽ നിന്നും മനുഷ്യർ നോക്കുന്നതിനുള്ള വ്യത്യാസം. മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ, കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ അക്കംപ്ലിഷ്മെന്റും അവൻ ജീവിതത്തിൽ നേടിയെടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ കുറിച്ച് ഒരു സാക്ഷ്യം, ഒരു വൺ ലൈനർ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയപ്രകാരം എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം എന്ന് നോക്കിയാണ് ദൈവം ആ ഒരു വൺ ലൈനർ നമ്മെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. और ये जो है इंसान और परमेश्वर का बीच की जो है बात होता है, मतलब दोनों का फर्क होता है. इंसान हमारे बारे में अलग अलग शब्द बोल सकता है, लेकिन परमेश्वर हमारे बारे में जो, जब हम परमेश्वर के करीब कैसे रहा और परमेश्वर का इच्छा को हम कैसे पाला है, उसी के आधार पर प्रभु हमारे बारे में एक शब्द या एक वाक्य बोलना चाहते. അത് തന്നെയാണ് ന്യായാസനത്തിന് മുൻപാകെ നമ്മൾ നിൽക്കുമ്പോഴും ദൈവം നോക്കുന്നത് അതേ പെർസ്പെക്റ്റീവിൽ, അതേ വാലിഡേഷൻ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. കാരണം അനേകർ പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അവന്റെ അടുക്കൽ വരുമ്പോഴും ഹൃദയപ്രകാരം അവനോട് അടുത്ത് നിൽക്കാത്തവരോട്, ഹൃദയപ്രകാരം അവനുമായിട്ട് ബന്ധമില്ലാത്തവരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. और जो अंतिम समय में हम जो न्याय का सिंहासन के सामने जब खड़ा होना पड़ता है, उस वक्त में भी उसी जो है मापदंड के आधार पर प्रभु हमसे न्याय करेंगे, क्योंकि हम प्रभु के लिए काफी काम किया है, लेकिन हृदय हमारा परमेश्वर से दूर अगर रहता है, हृदय के साथ परमेश्वर के साथ एक संबंध अगर नहीं है, प्रभु जो है आखिर में हमसे बोलने वाला पद ही होगा, मैं तुम्हें कभी नहीं जानता हूं. ഓ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സെർമൺ ഓൺ ദ മൗണ്ടിൽ, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. तो इसीलिए जो है जो पहाड़ी उपदेश में यीशु मसीह जो कहा हुआ एक पद है, धन्य है जिनका मन शुद्ध है, क्योंकि वो प्रभु को देखेंगे. ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അല്ലെ, ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ, ഹൃദയവും ദൈവവുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള മനുഷ്യൻ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഹൃദയമുള്ള മനുഷ്യൻ, സുതാര്യമുള്ള ഹൃദയമുള്ള മനുഷ്യൻ ദൈവത്തെ കാണും.
और जो व्यक्ति अपना हृदय जो है ट्रांसपेरेंट है, मतलब उसमें कुछ छिपने के लिए नहीं है, जिनका हृदय शुद्ध है, जिनका हृदय एकदम जो है परमेश्वर की इच्छा के आधार पर होता है, प्रभु का वचन कहता है वही व्यक्ति प्रभु को देखेंगे। Praise the Lord. അങ്ങനെ ഉള്ളതായ ഒരു ജീവിതം നയിച്ച ദാവീദിന്റെ ജീവിതത്തെ നോക്കി കർത്താവ് പറയുകയാണ്, ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. और इस प्रकार का जो है काम किया हुआ एक व्यक्ति के बारे में बोलकर दाऊद के बारे में बोलकर प्रभु जो बता रहा है, वो मेरा हृदय के आधार पर रहने वाला जो व्यक्ति है। ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ എടുത്തു കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോടുള്ള ബന്ധത്തിൽ. Why he was called as a man after God's own heart. तो दाऊद के जीवन के बारे में जब बात करने के वक्त में 3 मुद्दा को मैंने आपके सामने रखना चाहते हैं। क्यों दाऊद परमेश्वर की मन के आधार पर, परमेश्वर का इच्छा के आधार पर एक व्यक्ति बन गया। ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാവീദ് എപ്പോഴും ദൈവത്തിന്റെ പരമാധികാരത്തെ അക്നോളജ് ചെയ്തതുകൊണ്ട് എപ്പോഴും ഒരു താഴ്മയുള്ള ഹൃദയം തനിക്ക് ഉണ്ടാകുവാനിടയായിത്തീർന്നു. A lowly view of self because he acknowledged the supremacy of God in all phases of his life. और दाऊद का जीवन का विशेषता यही है कि वो हमेशा परमेश्वर का जो पूरा अधिकार का अधीन रहने के कारण उनका जीवन में एक नम्रता और एक दीनता हमेशा जो है हमें नजर आता है, क्योंकि वो हमेशा दीन होना और नम्र होना चाहता था। Praise the Lord. അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു താഴ്മയുള്ള, if we have to have a lowly view, നമ്മെ കുറിച്ച് ഒരു താഴ്മയുള്ളതായ ഒരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മെക്കാൾ ഉന്നതനായ ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. अगर अपने आप को हम दीन समझना है, अगर हम अपने आप को नम्र समझना है, तो हमसे बड़ा एक प्रभु का नजरिया हमें मिलेगा, तभी हम अपना आप को नम्र समझने वाला व्यक्ति बनेंगे। ഉന്നതനായ ദൈവത്തിന്റെ ആ വളരെ അത്യുന്നതമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ചിന്ത ഞാനാണോ ഒന്നാമൻ എന്നുള്ളതാണ്. और उस जो है परम प्रधान परमेश्वर का नजरिया हमें नहीं मिलेगा, तो फिर हमारे हृदय के अंदर में आने वाला सोच यही रहेगा, हम जो है सबसे प्रधान व्यक्ति है, हम नंबर 1 व्यक्ति हमें बनना है। അത് വളരെ അപകടകരമായ ഒരു പൊസിഷനാണ്. ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത ഒരു വ്യൂ ഉണ്ട്, ഞാൻ ഒന്നുമില്ലാത്തവൻ, കാരണം എന്റെ ജീവിതത്തിൽ സകലത്തെയും ഭരിക്കുന്ന ദൈവത്തിന്റെ പരമാധികാരം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. तो अगर इसी प्रकार का सोच हमारा मन में है कि हम ही जो है बड़ा है, वो मसीही जिंदगी में सबसे खतरनाक एक सोच हो सकता है। दाऊद जो है हमेशा यही सोचता था कि मैं एक दीन और नम्र व्यक्ति है, क्योंकि मेरे ऊपर में शासन करने के लिए एक सर्वशक्तिमान परमेश्वर है, और हम जो है हमेशा उन्हीं के अधीन में मैं रहना चाहता हूं। 2 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങളിൽ കാണുന്നത്, the king David went in and sat before the Lord and he said, who am I? ഞാൻ ആരാണ് ദൈവമേ? ആ വാക്യം നമുക്ക് വായിക്കണം. ഞാൻ ആരാണ്? Sovereign Lord, and what is my family that you have brought me thus far? കർത്താവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? ആ ഒരു വ്യൂ, ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാകുവാനിടയായിത്തീരണം. और हम लोग का अंदर में हमेशा ये सोच होना चाहिए, जो 2 शमूएल उसका 7 अध्याय का 18 और 19 पद में जो है हम लोग पढ़ते हैं, तब दाऊद राजा ने भीतर जाकर यहोवा के सन्मुख बैठा और कहने लगा, हे प्रभु यहोवा, क्या कहूं और मेरा घराना क्या है कि तूने मुझे यहां तक पहुंचा दिया है। तो ये सोच जो है, मैं कुछ नहीं है और मेरा जो है जिंदगी भी कुछ महत्वपूर्ण नहीं है, ये सोच हमेशा हमारे अंदर में शासन करना चाहिए। അത് തന്നെയാണ് ദാവീദ് സങ്കീർത്തനം 103-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. Lord, you
For as high as the heavens are above the earth, so great is his loving kindness towards those who fear him. Praise the Lord. और हम लोग जो है 103 भजन संगीता उसका, can you repeat the reference? 10 and 11. 103 भजन संगीता उसका 10 और 11 पद में हम लोग यही पढ़ता है, उसने हमारे पापों के अनुसार हमसे व्यवहार नहीं किया और न हमारे अधर्म के कामों के अनुसार हमको बदला दिया है। जैसे आकाश पृथ्वी के ऊपर ऊंचा है, वैसे ही उसकी करुणा उसके डरवों के ऊपर प्रबल है। അപ്പൊ ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദൈവത്തിന്റെ ആ പൊസിഷൻ ദാവീദ് തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതിനനുസരിച്ച് തന്റെ ഹൃദയത്തെ താഴ്ത്തുവാനിടയായി തീർന്നത് കൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞത് അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. तो आप समझना चाहिए कि परमेश्वर का संपूर्ण अधिकार को दाऊद ने मान लिया और दाऊद अपने आप को उसके अधीन रखने के लिए, उससे जो है नीचे रहने के लिए हमेशा कोशिश करने का कारण परमेश्वर जो है दाऊद के बारे में बोल रहा है, वो मेरे मन की आधार पर एक व्यक्ति है। അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. इसलिए हम पत्रोस का पत्री में इसी प्रकार पढ़ते हैं कि प्रभु सही वक्त पर तुम्हें उठाने के लिए उसके बलबंद हाथ के अधीन रहो। അപ്പോൾ അവിടെ പത്രോസ് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ സർവശക്തിയുള്ള കരമാണ് നമ്മുടെ താഴ്മയ്ക്ക് ആധാരം എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് നമ്മെ ആ കരത്തിന്റെ കീഴെ ഇരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. तो इसलिए एक बात समझना चाहिए कि परमेश्वर सर्वप्रधान है और परमेश्वर परम प्रधान परमेश्वर है। वो नजरिया, वो सोच जो है हमारे अंदर में होने से हमेशा उस प्रभु के अधीन में रहने के लिए, उस प्रभु का जो है हाथ के नीचे रहने के लिए हमें वो मदद करेगा। പ്രൈസ് ദി ലോർഡ്. ദാവീദ് തന്റെ ജീവിതത്തിൽ രാജാവായ ശേഷവും താൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യൂ ഉണ്ട്. ഐ ആം നത്തിങ്, ഐ ആം നത്തിങ്, എന്റെ ദൈവമാണ് सर्वशक्तनाय देव। इसलिए राजा दाऊद जो है राजा बनने के बाद भी अपना मन में हमेशा के लिए रखने वाला एक सोच है कि मैं बड़ा नहीं है, मैं महत्वपूर्ण व्यक्ति नहीं है, प्रभु मेरे से बड़ा है और मैं दीन और नम्र व्यक्ति है। നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രികാലം ഒരു എത്തിനോട്ടം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ഒക്കെ ദൈവം നമ്മളോട് കൂടെ ഇരുന്നു നമ്മെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. എപ്പോഴെങ്കിലും ഞാനാണെന്നുള്ള ഒരു ഭാവം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ our heart's position is not right in the presence of God. तो इसलिए हमारा जीवन में जो है ये सोच हमेशा आना चाहिए, हम लोगों को परमेश्वर अलग अलग अधिकार का पद में, अलग अलग जगह में, अलग अलग ऊंचाई में प्रभु हमें लेके जाएंगे। उस वक्त में हम कुछ व्यक्ति है, हम बड़ा है, मेरा पद बड़ा है, मैं दूसरा व्यक्ति से बढ़कर एक व्यक्ति है, ये सोच अगर हमारे अंदर में आएगा, वो जो है गलत एक सोच है, उसको हमें हटाने का जरूरत है। പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇതിനെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. പൗലോസ് തന്റെ അനുഭവത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ പറയുകയാണ്, പാപികളിൽ ദൈവം കാണിച്ച കൃപയുടെ ബഹുത്വം ഏറ്റവും അധികം അനുഭവിക്കുവാൻ യോഗ്യൻ ഞാനാണ്. കാരണം I was the number one sinner. പാപികളിൽ ഒന്നാമന്റെ ലിസ്റ്റിൽ ഞാൻ അത് ആർക്കും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. കാരണം ദൈവ കൃപയുടെ ബഹുത്വം ഏറ്റവും അനുഭവിക്കുവാൻ योग्यनाय नी एन्ने करुदणमे एन्नाണ് पौलुस प्रार्थिച്ചത്. हालेलुया। पौलुस का प्रार्थना को हमें देखते हैं, वहां पे पौलुस बोल रहा है पापी लोगों का जो है मने गण में मैंने सबसे जो है बड़ा एक पापी है, इसलिए परमेश्वर का कृपा, परमेश्वर की अनुग्रह मेरे जीवन में सबसे ज्यादा बह गया। और कभी भी पौलुस जो है अपना जो पद जो होते हैं, मतलब सबसे बड़ा पापी है जो समझने वाला पद जो है किसी और को देने के लिए तैयार नहीं था, वो अपने आप को नम्र करके ये बोलने लगा कि मैं पापी में सबसे प्रथम व्यक्ति है, क्योंकि मेरे ऊपर में परमेश्वर की अनुग्रह ज्यादा हुआ। Oh, so look for the lowest position in the presence of God. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഏറ്റവും താഴ്ന്നിരിക്കുമ്പോഴാണ് ദൈവം ഏറ്റവും മഹത്വപ്പെടുന്നത്. और आप समझ लीजिए कि जब
हृदय जो है सबसे नीचे रहने के वक्त में, नम्रता से रहने के वक्त में, दीनता से रहने के वक्त में परमेश्वर हमारा जीवन में सबसे ज्यादा महत्व जो है लेने का समय होता है. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്കൊന്നുമില്ലായ്മയെ കുറിച്ച് അവർ റിയലൈസ് ചെയ്യും. ആത്മാവിൽ അവർ ദരിദ്രരായി തീരും. ആത്മീകമായ ദരിദ്രതയല്ല, ആത്മാവിലുള്ള ദരിദ്രത അവർക്ക് വരുമ്പോൾ അവർക്ക് തൃപ്തി വരുവാനായിട്ട് ഇടയായിത്തീരും. और इसीलिए जो है परमेश्वर, जो यीशु मसीह जो है पहाड़ी उपदेश में ये बताया कि धन्य है जिनका मन शुद्ध है क्योंकि प्रभु को देखेगा, क्योंकि उनका हृदय के अंदर में एक दीनता का महसूस हो जाता है. इसका मतलब यह नहीं है कि वो आत्मिक तौर से कंगाल है, मगर उनके अंदर में आत्मिक जीवन के लिए एक भूख और प्यास होने के कारण हमेशा वो अपने आप को दीन समझने वाला एक व्यक्ति है. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ഹൃദയം ഗർവമുള്ളതായി മാറി. തങ്ങളെ വീണ്ടെടുത്ത ദൈവത്തെ അവർ തള്ളിപ്പറഞ്ഞു. എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി. ദാവീദിന് ശേഷം വന്ന ഭൂരിഭാഗം രാജാക്കന്മാരും ഹൃദയപ്രകാരമുള്ള മനുഷ്യരല്ലായിരുന്നു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരല്ലായിരുന്നു. ഈവൻ ശലോമോൻ പോലും, തന്റെ പുത്രനായ ശലോമോൻ പോലും തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ തന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായി. तो इसी प्रकार एक सोच रखने से क्या दिक्कत होता है कि हम महत्वपूर्ण व्यक्ति है, वैसे सोचने से दिक्कत ही है कि हमारा हृदय प्रभु से दूर हो सकता है. इसीलिए दाऊद के बाद जितना जो है राजा जो है इस्राएल में उत्पन्न हुआ, कोई भी राजा जो है इसी प्रकार का सोच नहीं रखा कि, और उनके बारे में, किसी के बारे में ये भी नहीं बोला कि वो मेरा हृदय के आधार पर एक व्यक्ति है. उनका बेटा सुलेमान भी कभी भी माने अपने आप को दीन और नम्र समझने वाला व्यक्ति नहीं था. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളുള്ള ആദ്യത്തെ ചോദ്യം, ഹൗ ഈസ് യുവർ ഹാർട്ട് പൊസിഷൻ? നമ്മുടെ ഹൃദയത്തിന്റെ പൊസിഷൻ എങ്ങനെയാണ്? ആർ വി ഹംബിൾ? അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം ഉന്നതനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായേ മതിയാകുകയുള്ളൂ. तो इसलिए आज हमारा सवाल, हम अपने आप से पूछने वाला सवाल यही है कि हमारा हृदय का पोजीशन क्या है, हृदय का अवस्था क्या है. क्या हम अपने आप को बड़ा समझते हैं या नम्र समझता है? अगर नम्र समझना है, प्रभु हमारा जीवन में सबसे परम प्रधान व्यक्ति है, वो समझ हमें होना जरूरी. അങ്ങനെ താഴ്മയുള്ള ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രതികരണമാണ് താങ്ക്ഫുൾനെസ്. എന്തുകൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞത് അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുവാൻ കാരണം? എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തോടുള്ള നന്ദി അവനുണ്ടായിരുന്നു. He had a thankful heart. और इसी प्रकार जो नम्र हुआ एक व्यक्ति के जीवन में होने वाला दूसरा एक गुण है कि हमेशा आभारी होने वाला एक दिल, धन्यवाद होने वाला एक दिल. दाऊद का जीवन में वो काफी था. എന്താണ് നമ്മൾ നന്ദി പറയുമ്പോൾ ഉണ്ടാകുന്നതായ കാര്യമെന്ന് പറയുന്നത്? നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ നന്ദി പറയുന്നു. നന്ദി പറയുന്നത് ആ ഭക്ഷണം നമ്മുടെ മേശയിലേക്ക് വരുവാനായിട്ട് ദൈവം നമുക്ക് തന്ന മുഖാന്തരങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നന്ദി പറയുമ്പോൾ അവിടെ അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ മേശപ്പുറത്ത് ഈ ഫുഡ് ഇരിക്കുമ്പോൾ I want to acknowledge the ultimate source of life. ജീവന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ളതായ ഓണർ, ഹല്ലേലൂയ, ആ ദൈവത്തെ അക്നോളജ് ചെയ്യുമ്പോഴാണ് താങ്ക്ഫുൾനെസ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. और कैसे हम लोग आभारी एक दिल हमारे अंदर में उत्पन्न कर सकता है कि जैसे हम लोग खाना के लिए बैठने के समय, भोजन खाने के लिए जब बैठने से पहले प्रभु को धन्यवाद करता है, वो भोजन के लिए धन्यवाद करता है, वो अलग बात है. लेकिन वो भोजन दिया हुआ परमेश्वर को और भोजन हमारे लिए खिलाया हुआ प्रभु को हम धन्यवाद करता है, ताकि हम परमेश्वर का माने सबसे ऊंचाई को, सबसे जो है परम प्रधान परमेश्वर को हम अंगीकार करके वो भोजन को खाने के लिए हम लोग बैठता. എന്താണ് നമ്മൾ ദൈവത്തോട് പറയുന്നത്? കർത്താവേ, നമ്മൾ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ ഭക്ഷണം എന്റെ മുമ്പിൽ വരുവാൻ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് സോഴ്സ് ആയിരിക്കുന്ന ദൈവം സഹായിച്ചു. സൂര്യൻ ഇന്നലെ ഉദിച്ചു, മഴ കഴിഞ്ഞ ദിവസം പെയ്തു, അല്ലേ?
നേച്ചർ ഇതിന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് എന്റെ മുമ്പിൽ ഈ ഭക്ഷണമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ആത്യന്തികമായിട്ടുള്ള ആ സോഴ്സിലേക്കുള്ള ഒരു യാത്രയാണ് താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യു ആർ മ്യൂട്ടഡ്. खाना के लिए, भोजन के लिए हम लोग धन्यवाद देने के वक्त में हम लोग यही करता है, यही बोलते हैं कि प्रभु आप जो है इस खाना जो दिया है उसका मतलब यही है कि कल सूरज उगा और जो है बारिश हुआ और बारिश जो है उस धान्य का ऊपर में पड़ गया और इसी प्रकार जो है परमेश्वर के अनुग्रह जो है उस धान्य के ऊपर में जो भोजन हमें मिला उसके ऊपर में पड़ने के कारण आज हम लोग उस भोजन को मिला और उसके सामने हम लोग खाने के लिए बैठा हुआ. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ഈ ഭക്ഷണം ഈ മേശപ്പുറത്ത് വരാൻ ദൈവം എന്തുവാ ചെയ്തത്, അല്ലെ? നമ്മൾ എടുത്ത് കുക്ക് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാൻ സാധിക്കില്ല. അതിന് നമ്മൾ ഒരുപാട് പിന്നിലോട്ട് സഞ്ചരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം വന്നെത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. और हम लोग जो भोजन के लिए बैठेगा उसके लिए जो प्रार्थना करता है, अक्सर में यही सवाल जो है आ जाता है कि इस भोजन के लिए हम क्यों प्रभु को धन्यवाद करना है, क्योंकि वो भोजन तो चावल हम लोग को मिल गया या जो सामान हम लोग को मिल गया, हम उसको कुक किया, बना दिया, उसमें परमेश्वर क्या किया है एक सोच आएगा. लेकिन हम समझना चाहिए उस भोजन हमारे पास आने के लिए हम उसका पीछे जाना पड़ेगा, पीछे सोचना पड़ेगा और पीछे जाके और उसका पीछे में जो अलग अलग कारण को जब हम ढूंढने लगते हैं तब हमें पता चलेगा ये भोजन कैसे हमारे पास आया है. और पीछे जाकर हम वो एक पॉइंट में पहुंच जाता है जहां पे परमेश्वर के अलावा कोई भी व्यक्ति ये जो है हमें मिलने के लिए सक्षम नहीं है. वहां पे हम वो परमेश्वर को धन्यवाद करना आरंभ करते. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എടുത്തു നോക്കിക്കേ. നമ്മൾ ജീവിതത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അനുഭവങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഒന്ന് പിന്നോട്ട് പോയി നോക്കണം. അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉരുവായത് എങ്ങനെയാണ്? അവിടെയാണ് ദൈവത്തിന്റെ ജീവന്റെ ദാതാവ്, ദൈവം ജീവന്റെ ദാതാവ് എന്നുള്ള റിയലൈസേഷനിലോട്ട് നമ്മൾ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. और हम लोग जो है अलग अलग पद में पहुंचने के वक्त में एक चीज सोचना चाहिए, माँ का गर्भ से परमेश्वर ने हमें उठा के यहाँ तक लाया है और वही जो है परमेश्वर का करुणा और प्रभु का दया का जो है माने एक कारण हो जाता है. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളോട് ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ഒരു രാഷ്ട്രമൊക്കെ ആയിട്ടുണ്ട്, എന്നാൽ നിങ്ങളെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്ക്, നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക്, വെട്ടിയെടുത്ത പാറയിലേക്ക് ഒന്ന് തിരിഞ്ഞു വന്നെങ്കിൽ മാത്രമേ നിങ്ങളുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. तो इसीलिए जो है परमेश्वर के वचन जो है इसराइलियों के बारे में ये बात करते हैं कि तुम लोग पीछे मुड़ के देखना है, जहां से तुमको खोदा हुआ है, जहां से तुमको बनाया हुआ है, तुम उसको एक बार पीछे मुड़ के देखिएगा, तभी तुम्हें परमेश्वर का महिमा को नजर आएगा, प्रभु का महत्व को नजर आएगा. അല്ല, താൽക്കാലികമായിട്ടുള്ളതായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിജയമാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ നമ്മൾ സഞ്ചരിച്ച് എല്ലാ ജീവിതത്തിന്റെ മേഖലയിലും സഞ്ചരിക്കുമ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. ദൈവമല്ലാതെ ഇത് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുവാനിടയായി തീരും. ദാവീദ് പറയുകയാണ്, ഞാൻ ആരാണ്, എന്നെ കൊണ്ടുവന്നത് എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. और हम लोग जो है इसी प्रकार हमारे जीवन का अलग अलग पद में जब पहुंचने के वक्त में हम पीछे जो मुड़ के देखेगा तो एक नजर हमें मिलेगा, एक चीज हमें पता चलेगा कि यहाँ तक हमें लाया हुआ केवल प्रभु है, प्रभु के बिना हम यहाँ पे नहीं पहुंच सकता है. जब उसी प्रकार के एक सोच हमारे अंदर में आएगा, हमारे हृदय प्रभु के आभारी हो जाएंगे, प्रभु को धन्यवादित हो जाएंगे. 2 ശമൂവേൽ 6-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ
ദൈവസന്നിധിയിൽ നൃത്തം ചെയ്ത ദാവീദിനോട് ദാവീദിന്റെ ഭാര്യയായ മീഖൾ നിന്ദിച്ചപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് വാസ് ബിഫോർ ദ ലോർഡ് ഹു ചോസ് മീ rather than your father or anyone from his house. I will celebrate. I will become even more undignified than this, and I will be humiliated in my own eyes because എന്റെ ദൈവമാണ് സർവ ബഹുമാനത്തിനും യോഗ്യനായ ദൈവം. और जो है मीखल जब दाऊद को जब निंदा किया क्योंकि उन्होंने परमेश्वर का जो संदूक के सामने नृत्य करने के कारण जो तब जो है दाऊद उनको बताया हुआ एक पद हम दूसरा शमूएल उसका 6 अध्याय का 20 और 21 पद में 21 पद में पढ़ते हैं। दाऊद ने मीखल से कहा, यहोवा जिसने तेरे पिता और उसके समस्त घरानों के बदले मुझको चुनकर अपनी प्रजा इस्राएल का प्रधान होने की ठहरा दिया है, उसके सन्मुख मैं ऐसा नाचा और मैं यहोवा के सन्मुख इसी प्रकार नाचा करूंगा और मैं इससे भी अधिक तुझे बनूंगा और अपनी दृष्टि में नीच ठहरूंगा और जिन दासियों की तूने चर्चा की है वो भी मेरा आदरमान करेंगी। Praise the Lord. എന്താണ് ദാവീദ് ഇവിടെ പറയുന്നത്? അത്യുന്നതനായ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എനിക്ക് ലഭിച്ചപ്പോൾ എന്റെ ഹൃദയം നന്ദിയാൽ നിറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് എന്റെ ഏത് പോസ്ചറും അതിനെ പര്യാപ്തമല്ല. അതുകൊണ്ട് എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഞാൻ എന്റെ നന്ദിയുള്ള ഹൃദയത്തോടെ അവന് വേണ്ടി അർപ്പിക്കും. അത് തന്നെയാണ് സങ്കീർത്തനം 103 1 2 നമ്മൾ കാണുന്നത്. और दाऊद यहाँ पे क्या कह रहा है? दाऊद बोल रहा है कि प्रभु ने मुझे यहाँ तक लाया है, जहां से मैंने आया यहाँ तक, अगर उसी प्रकार के एक सोच मेरे अंदर में है, मैंने परमेश्वर के लिए कुछ भी करेगा, कोई भी पोस्टर में मैं रहेगा, कैसे भी जो है मेरा नृत्य करेगा, वो प्रभु के लिए काफी नहीं है, क्योंकि मेरे जीवन को परमेश्वर ने इसी प्रकार उठा लिया है। वही बात जो है 103 भजन संगीता उसका 1 और 2 पद में भी हमें नजर आता है। Praise the Lord, my soul. All my inmost being, praise his holy name. Praise the Lord, my soul, and forget not all his benefits. यहाँ पे बोल रहा है मेरे मन यहोवा का धन्य कह, और जो कुछ मुझ में है वो उसे पवित्र नाम को धन्य कह। है मेरे मन यहोवा को धन्य कह और उसके किसी उपकार को ना भूलना। Hallelujah. രണ്ടാമത്തെ ചോദ്യം, are you thankful to God? Not from a peripheral standpoint, പക്ഷെ ആഴത്തിൽ നിന്നും ഒരു ഹെൽപ്ലെസ് പോയിന്റ് വരെ നമ്മൾ ഓടിച്ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വവും നമ്മുടെ ഒന്നുമില്ലായ്മയും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ താഴ്മയോടെ അവനോട് നന്ദിയുള്ളവനുമായിരിക്കും. और हम लोग जो है सवाल अपने आप से पूछना चाहिए, क्या हम आभारी है प्रभु से? ये एक सत्ता में रहते हुए आभारी प्रभु को धन्यवाद बोलने का बात हम नहीं कह रहा है। हम ऐसा एक पॉइंट में बिंदु में हम पहुंच गया, हम हताश हो गया, निराश हो गया, वहां से परमेश्वर ने आपको उठा के एक पद तक जो पहुंचा दिया, उसी के लिए क्या प्रभु से आप धन्यवादित करते हैं? प्रभु को आप आभारी होते हैं क्या? Praise the Lord. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയെ കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞത് എങ്ങനെയാണ്? അവന്റെ ഏറ്റവും വലിയ അപകടം അല്ലെങ്കിൽ ട്രാജഡി എന്ന് പറയുന്നത് അവന് നന്ദി പറയാൻ ആരുമില്ല എന്നുള്ളതാണ്. और एक जो नास्तिक व्यक्ति के बारे में एक व्यक्ति इसी प्रकार कहा है, नास्तिक व्यक्ति को अपना जिंदगी के बारे में धन्यवाद बोलने के लिए कोई भी व्यक्ति नहीं है या कोई ईश्वर नहीं है। കാരണം അവൻ അക്നോളജ് ചെയ്യുവാൻ ആരുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്, പക്ഷെ ആരയച്ചു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? तो आप जरा सा कल्पना कीजिए, आपके घर में हर दिन कोई ना कोई एक तोहफा कोई भेज रहा है और आपको खुद नहीं मालूम है कि कहां से ये तोहफा आ रहा है, किसको आप धन्यवाद कहेगा, तो आपका स्थिति क्या हो जाएगा? നിങ്ങൾക്കത് തുറന്നു നോക്കുവാൻ പോലും ഭയമായിരിക്കും. आपको उसको खोल के देखने के लिए भी आपको डर लगता होगा। ആരാണ് അയച്ചത് എന്നുള്ള ബോധ്യമാണ് നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് വാങ്ങുവാനായിട്ടുള്ള മനോഭാവം നിങ്ങൾക്ക് തരുന്നത്. कौन वो गिफ्ट आपको भेजा है वो समझेगा तभी जो है उसको खोलने का मन आपको होता है। നിങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അത് ലഭിക്കുമ്പോൾ
നിങ്ങൾക്ക് ആ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. और एक व्यक्ति जो है आपको जो भेजा है, वो व्यक्ति से वो तोहफा मिलने से आपका हृदय हर्षित हो जाता है. उसका मतलब यही है कि आपको तोहफा मिल गया, वो नहीं है. मतलब वो व्यक्ति आपको ये भेज दिया, उस व्यक्ति के साथ जो संबंध है, वो संबंध के कारण आपका हृदय आनंदित हो जाता. എപ്പോഴും ദൈവം ദാവീദിന്റെ ഹൃദയത്തെ നോക്കുമ്പോൾ താഴ്മയോടെ ദൈവത്തിന്റെ സുപ്രീമസിയെ അക്നോളജ് ചെയ്യുന്ന ഒരു ഹൃദയം, നന്ദിയോടെ ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്ന ഒരു ഹൃദയം കാണുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ് ദാവീദ്. और दाऊद जो है हर वक्त में परमेश्वर का अंगीकार करते हुए प्रभु को जब स्तुति करते हैं, प्रभु को जब धन्यवाद करते हैं और उनका जिंदगी का हर एक अवस्था के लिए उस परमेश्वर को उन्होंने जो है मान्यता जब देते हैं. दाऊद के बारे में प्रभु कहते हैं, मेरा हृदय के आधार पर, मेरे मन की आधार पर हुआ एक व्यक्ति. Praise the Lord. അങ്ങനെ താഴ്മയും നന്ദിയുമുള്ള ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന മറ്റൊരു പ്രതികരണമാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറയുവാനിടയാക്കി തീർത്തത്, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതെന്താണെന്നറിയാമോ? ഒരു അനുതാപമുള്ള ഒരു ഹൃദയമായിരുന്നു ദാവീദിന്റെ. റിപ്പന്റന്റ് ഹാർട്ട്. हालेलुया. और ये दोनों जो है उसके साथ जो है एक और चीज जोड़ के मैं बोलना चाहता है. नम्रता के साथ दाऊद रहने के वक्त में, आभारी दिल के साथ दाऊद रहने के वक्त में, दाऊद हमेशा पश्चाताप करने के लिए अपना पाप രീതിയിൽ തന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചത് നമ്മൾ കാണുകയാണ്. ആ ബത്ശേബയുമായിട്ടുള്ള തന്റെ അവിഹിത ബന്ധം. और कई बार जो है दाऊद का जीवन विफल हुआ है. खास करके हम लोगों को मालूम है दाऊद का जीवन में जो बर्शेबा के साथ हुआ जो घटना के बारे में आपको मालूम है. അങ്ങനെ ദാവീദ് പാപം ചെയ്ത് തന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ചെന്ന് സംസാരിക്കുന്നത്. और जब दाऊद जो है पाप करके अपना हृदय बहुत कठोर होकर बैठने के वक्त में नाथान जो भविष्यवक्ता दाऊद से जो है बात करने के लिए आया. അങ്ങനെ ദാവീദ് അവനോട് ചെന്ന് പറയുമ്പോൾ ദാവീദിന്റെ പ്രതികരണം ഒന്ന് ചിന്തിച്ച്. 2 ശമൂവേൽ 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഡേവിഡ് said to Nathan, I have sinned against the Lord. And Nathan said to David, the Lord also have put your away sin, you shall not die. और यहाँ पे जो है नाथान भविष्यवक्ता के सामने जो है दाऊद कहने वाला जो पद हमें 2 शमूएल का किताब उसका 12वां अध्याय में हमें नजर आता है. 12वां अध्याय का 13 पद जो है इसी प्रकार कहते हैं. वहां पे दाऊद जो है वहां पे दाऊद कह रहा है 12 का 13 में कि दाऊद ने नाथान से कहा, मैंने यहोवा के विरुद्ध पाप किया. नाथान ने दाऊद से कहा, यहोवा ने तेरे पाप को दूर किया है, तू न मरेगा. Praise the Lord. അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ പ്രത്യക്ഷമായി പാപം ചെയ്തത് ഊരിയാവിനോടോ അല്ലെങ്കിൽ ബത്ശേബയോടാണെന്ന് തോന്നിയാലും ഇവിടെയെല്ലാം ഞാൻ പാപം ചെയ്തത് ദൈവത്തോടാണെന്ന് ദാവീദ് ചിന്തിക്കുമ്പോഴാണ് ദാവീദിന്റെ ജീവിതത്തിൽ അനുതാപം വരുന്നത്. और दाऊद को ये सोच जो है आ सकता था कि मैंने पाप किया, बेर्शेबा के विरोध में किया या उरिया का विरोध में किया, लेकिन दाऊद अपना जीवन में यही बता रहा है, मैंने जो पाप किया है मैंने उरिया का विरोध में या बेर्शेबा का विरोध में नहीं है, मगर मैंने जो पाप किया परमेश्वर का विरोध में. നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും വീഴ്ചകളും ദൈവത്തോടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് അനുതാപമുള്ള ഹൃദയം നമുക്ക് വരുന്നത്. और हम लोग जो किया हुआ अलग अलग पाप जो है परमेश्वर के विरोध किया जो सोच हमारे अंदर में आते हैं, तभी जो है हमारा मन पश्चाताप जो है आ जाता है. യോസെഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുവാനിടയായി തീർന്നു. പൊത്തിഫേറിന്റെ ഭാര്യ അവനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും. और जब हम लोग यूसुफ का जिंदगी से देखता है, जब पुतीफेर का पत्नी यूसुफ को पाप करने के लिए जब प्रलोभन दे रहा था, तो यूसुफ वहां पे कहने वाला एक शब्द है, उन्होंने बोल रहा है हमें परमेश्वर के विरोध कैसे पाप करेंगे. Praise the Lord. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തോടാണ്. ഇവൻ ഒരു സഹോദരനോട് പറയുന്ന കാര്യം പോലും
ദൈവത്തോടാണ് പാപം ചെയ്തത് എന്നുള്ള ബോധ്യം നമുക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം അനുതാപമുള്ളതായി മാറുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെയുള്ള ഹൃദയമുള്ള ദാവീദിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. और हम लोग को ये समझना चाहिए, हम भाई लोगों के साथ जो बात करता है या कोई भी चीज हम जो है गलत करता है, हम किसी व्यक्ति के विरोध में जो कर रहा है वो बात सही है, लेकिन उससे बढ़कर हम प्रभु के विरोध में पाप करता है। इसलिए अपने आप को हम संभाल के जब रखना चाहिए, और खास करके जब हमें समझता है कि हम प्रभु के विरोध में गलती किया है, परमेश्वर के समीप में जाके हम माफी मांगने के एक मन होना चाहिए. അങ്ങനെ അനുതപിക്കുന്ന ദാവീദിന്റെ പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51. അതിന്റെ 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, ഹാവ് മെർസി ഓൺ മീ, എന്നോട് മനസ്സലിവ് തോന്നണമേ കർത്താവേ. ഓ ഗോഡ്, അക്കോർഡിംഗ് ടു യുവർ സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, അക്കോർഡിംഗ് ടു യുവർ അബണ്ടന്റ് മെർസി, ബ്ലോട്ട് ഔട്ട് മൈ ട്രാൻസ്ഗ്രഷൻസ്, വാഷ് മീ thoroughly ലോർഡ്. പിന്നീട് താൻ അതേ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, ലോർഡ് ക്രിയേറ്റ് എ ക്ലീൻ ഹാർട്ട് ഇൻ മീ. അതാണ് अनुदापത്തിന്റെ വാചകങ്ങൾ. और हम लोग 51 भजन संगीता उसका 1 और 2 पद में इसी प्रकार पढ़ते हैं, हे परमेश्वर अपनी करुणा के अनुसार मुझ पर अनुग्रह कर, अपनी बड़ी दया के अनुसार मेरे अपराधों को मिटा दे, मुझे भली भांति धोकर मेरी अधर्म को दूर कर, और मेरी पाप छुड़ाकर मुझे शुद्ध कर. और आगे में भी परमेश्वर जो दाऊद जो है प्रभु से प्रार्थना करके बोल रहा है 10 वाला पद में, हे परमेश्वर मेरे अंदर शुद्ध मन उत्पन्न कर. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മളോടുള്ള മൂന്നാമത്തെ ചോദ്യം, ഡു യു ഹാവ് എ റിപ്പന്റന്റ് ഹാർട്ട്? आज रात में तीसरा जो है सवाल परमेश्वर के वचन के द्वारा हम अपने आप से पूछना है, क्या गलती हमारा जीवन में होने के वक्त में पश्चाताप करने के एक मन हमारे अंदर में होता है कि नहीं? ദാവീദിന്റെ ഒരു സംഭവം മാത്രമല്ല, 2 ശമൂവേൽ 24 അധ്യായം 10 വാക്യത്തിൽ താൻ സൈന്യത്തെ എണ്ണിയപ്പോൾ, വായിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയാം, സൈന്യത്തെ എണ്ണിയപ്പോൾ ദാവീദ് അവിടെ. और जो है दाऊद का जीवन में फिर से जो है हम एक और बात समझता है, 2 शमूएल उसका 24 अध्याय में हमें पढ़ता है, वहां पे दाऊद जो है अपना सेना को गिनने के वक्त में परमेश्वर जो है उसमें अप्रसन्न हो गया, और वहां पे जो है परमेश्वर का माने प्रकोप होने के वक्त में दाऊद परमेश्वर से कह रहा है, प्रभु मैंने आपसे पाप किया. Praise the Lord. ഈ ദിവസങ്ങളിൽ നമ്മെക്കുറിച്ചും ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു 1 ലൈനർ ഇതായിരിക്കണം, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. और इन दिनों में हमारा जीवन के बारे में भी प्रभु हमसे ये कहना चाहिए कि वो व्यक्ति या मैं परमेश्वर का जो है हृदय के आधार पर चलने वाला एक व्यक्ति. ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ 3 വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. और मैंने जो है 3 प्रायोगिक बातों को आपके सामने रख के मैंने बंद करना चाहते हैं. A humble heart, ഫിലിപ്പിയ ലേഖനം 2 അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. तो एक नम्र हृदय के बारे में जो फिलिपियों का पत्री उसका 2 अध्याय का 3 और 4 पद में हम लोग पढ़ते हैं. Do nothing from selfishness or empty conceit, but with a humility of mind regard one another as more important than yourself. Praise the Lord. वहां पे लिखा हुआ है 3 और 4 पद में, फिलिपियंस 2:3-4. Yes. विरोध या झूठी बड़ाई के लिए कुछ ना करो, पर दीनता से एक दूसरे को अपना इच्छा अपने से अच्छा समझो, हर एक अपने ही हित को नहीं वरन दूसरे के हित को भी चिंता करे. നിങ്ങൾ ചിന്തിച്ചു നോക്കി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ, വെർട്ടിക്കലായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മേക്കാൾ ശ്രേഷ്ഠരാണ് മറ്റുള്ളവർ എന്ന് നമുക്ക് ബോധ്യമായി. अब ये जो है कैसे काम करता है, आप जरा सा सोच लीजिए. जब हम जो है परमेश्वर के अधीन रहने के वक्त में हम जो है सबसे नीचे रहते हैं, प्रभु सबसे ऊपर रहने के वक्त में बाकी लोग जो हमारे साथ रहते हैं वो लोग हमसे महत्वपूर्ण है समझने का एक मन हमें मिलेगा. നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് എപ്പോഴും തോന്നും ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന്.
अगर आप परमेश्वर के सन्मुख में प्रभु के अधीन नहीं होते हैं, दूसरा व्यक्ति को आपसे बड़ा समझने का मन आपको नहीं मिलेगा। अपने आप से आप सोचेगा कि हम बड़ा है। മറ്റുള്ളവരെ ശ്രേഷ്ഠരായിടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ഏറ്റവും ലോലസ്റ്റ് പൊസിഷൻ നമ്മൾ എടുക്കാൻ തയ്യാറാകുമ്പോൾ മറ്റുള്ളവർ നമ്മേക്കാൾ ശ്രേഷ്ഠനാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരും. അതാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലൂടെ പറയുന്നത്. और जब परमेश्वर के सन्मुख में हम अपने आप को नम्र समझेगा, तब जो है बाकी लोग भी, हमारे साथ जो काम करने वाला लोग भी हमसे महत्वपूर्ण व्यक्ति है, वो सोच हमारे अंदर में आएगा. वही जो है पौलोस जो है दूसरा फिलिपियों का पत्र 2 अध्याय में हमसे बात करते. രണ്ടാമതായിട്ട് താങ്ക്ഫുൾനെസ്, ഫിലിപ്പിയ ലേഖനം 4:6 പൗലോസ് പറയുകയാണ്, ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ്. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് 4:6. और हम लोग दूसरा जो है बात, हम उसका प्रायोगिक बातों को फिलिपियों का पत्री 4:6 में हम लोग पढ़ते हैं, जो पद हमारे लिए बहुत परिचित है. किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारा निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सन्मुख उपस्थित किया जाए. ദൈവമാണ് എല്ലാത്തിന്റെയും ഉറവിടം എന്നുള്ള ബോധ്യമാണ് നമ്മെ ഒരു താങ്ക്ഫുൾ ഹാർട്ടിന്റെ ഉടമയാക്കി മാറ്റുന്നതെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടതായ കാര്യമില്ല. ദാവീദിന്റെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും അവനറിയാം, ഗോഡ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ്. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. ബി താങ്ക്ഫുൾ in all situations. और जब परमेश्वर हमारा जिंदगी के लिए सर्व प्रधान है, जब हम समझेंगे तो हम किसी भी बात की चिंता करने का जरूरत नहीं है. हर एक बात को धन्यवाद के साथ प्रभु के सन्मुख में प्रार्थना के द्वारा हमारा विनती को उपस्थित कर सकता. അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്നും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് അനുതാപമുള്ള ഹൃദയം, റിപ്പന്റന്റ് ഹാർട്ട്. 2 കൊരിന്ത്യർ 7 അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. और जो है इसी प्रकार का एक जीवन से परमेश्वर हमारा जीवन से चाहने वाला दूसरा एक कार्य है, माने पश्चाताप करने का हृदय. 2 कुरिन्थी 7 अध्याय में उसका 7 और 8 पद में हमको उसी के बारे में जो है समझ मिलता है. You can read. For you became sorrowful as God intended, and so were not harmed in any way by us. Godly sorrow brings repentance that leads to salvation and leaves no regret, but worldly sorrow brings death. और उसका 2 कुरिन्थी उसका 7 अध्याय का 9 और 10 पद इसी प्रकार पढ़ता है. अब मैं आनंदित तुम पर इसलिए नहीं कि तुमको शोक पहुंचा, वरन इसलिए कि तुमने उस शोक के कारण मन फिराया, क्योंकि तुम्हारा शोक परमेश्वर की इच्छा के अनुसार था कि हमारी ओर से तुम्हें किसी बात में हानि न पहुंचे. क्योंकि परमेश्वर भक्ति का शोक ऐसा पहचान उत्पन्न करता है जिसके परिणाम उद्धार है, और फिर उसने पछताना नहीं पड़ता, परंतु संसारिक शोक मृत्यु उत्पन्न करता. Oh, what a beautiful way of portraying it. പൗലോസ് പറയുകയാണ്, ഗോഡ്ലി സോറോ, ഹൃദയപ്രകാരമുള്ള ദുഃഖം, ദൈവികമായ ദുഃഖം, ദൈവികമായ വേദന നമ്മെ റിപ്പന്റൻസിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയമായി മാറും. ദാവീദിനെ പോലെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. और हमारा जो हृदय जो है, जो दाऊद के समान जो है पश्चाताप का एक हृदय हो जाता है, तो फिर जो है हमारा हृदय, परमेश्वर हमारा हृदयों को देख के बोलेंगे, दाऊद के समान हम भी जो है परमेश्वर का हृदय के आधार पर चलने वाला एक व्यक्ति. A humble heart, a thankful heart, a repentant heart. एक नम्र हृदय, एक आभारी हृदय, एक पश्चाताप करने वाला हृदय. അങ്ങനെയുള്ള ദാവീദിനെ നോക്കി ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. वैसा एक व्यक्ति जो दाऊद को देख के प्रभु जो है खुद कह रहा है, गवाही दे रहा है, वो मेरा मन की जैसा एक व्यक्ति. നമ്മെ കുറിച്ച് ദൈവം എന്ത് പറയും? हमारे बारे में परमेश्वर क्या कहेंगे? आपके बारे में परमेश्वर क्या कहेंगे? നിങ്ങളുടെ ഹൃദയത്തിന്റെ പൊസിഷൻ എന്താണ്? आपका हृदय का जो है अवस्था क्या है? Do you have a humble heart?
क्या आपका अंदर में एक नम्र हृदय है? Do you have a thankful heart? क्या आपको प्रभु को आभारी होने का, धन्यवाद करने वाला एक दिल है? Do you have a repentant heart? क्या आप पश्चाताप करने वाला एक हृदय आपको है? ഈ മൂന്ന് പൊസിഷനിലും ദൈവമാണ് നമ്പർ 1. ये तीनों जो है अवस्था में समझना चाहिए, सबसे पहला व्यक्ति, नंबर 1 व्यक्ति प्रभु खुद है. ഹംബിൾ ഹാർട്ടിൽ ദൈവത്തിന്റെ സുപ്രമസിയെ ഡിക്ലെയർ ചെയ്യുകയാണ്. താങ്ക്ഫുൾ ഹാർട്ടിൽ ദൈവമാണ് എല്ലാത്തിന്റെയും സോഴ്സ് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. റിപ്പന്റന്റ് ഹാർട്ടിൽ ദൈവമേ നീന്റെ കരുണയാണ് എന്റെ ജീവിതത്തിന്റെ ആധാരമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. और एक नम्र हृदय में हम एक घोषणा कर रहा है कि प्रभु आप सबसे प्रथम व्यक्ति है, सर्वप्रधान व्यक्ति है. और एक आभारी दिल में हम परमेश्वर से एक घोषणा कर रहा है, प्रभु सारा चीज का स्रोत आप है, सब कुछ आपने मुझे दिया हुआ है. और एक पश्चाताप का हृदय में हम यही घोषणा करता है. कैन यू रिपीट द थर्ड पॉइंट? ദൈവമേ നിന്റെ കൃപയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ എന്റെ പാപത്തിന് പരിഹാരമുള്ളൂ. കർത്താവേ നീ കരുണ, നിന്റെ കരുണയുടെ ബഹുത്വമാണ് എന്റെ മാനസാന്തരമുള്ള ഹൃദയത്തിന്റെ ആധാരം. और तीसरा मुद्दा में हम लोग यही बोलते हैं, यही घोषणा करता है कि प्रभु तेरी करुणा के आधार पर मैं जीवित है और मेरे पाप को क्षमा मिलने के लिए तेरी करुणा का जरूरत है और आपका दया और करुणा पर मेरा जिंदगी चलते है. നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. हमारे जीवन को हम आज रात के वक्त में समर्पण करें. മനുഷ്യർ നമ്മെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത്, इंसान हमारे बारे में क्या बोल रहा है वो महत्वपूर्ण नहीं है. ഉയരവും പൊക്കവും നമ്മുടെ അക്കംപ്ലിഷ്മെന്റ്സും നോക്കി പറയുന്ന സാക്ഷ്യമല്ല നമുക്ക് വേണ്ടത്. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കി അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുവാൻ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. बाहर में हमें देखते हुए हमारा ऊंचाई, हमारा चौड़ाई हमारे हाथ में जो है उसको देखते हुए इंसान हमारे बारे में जो बोलने वाला गवाही हमें नहीं चाहिए, मगर आपका और मेरे दिल को देखते हुए प्रभु हमारा हृदयों के आधार पर कहने वाला गवाही हमारे लिए महत्वपूर्ण है. वो हमें बहुत जरूरी है. इस वचन के द्वारा परमेश्वर हमें आशीष करे. थैंक यू भाई सिमजन, परमेश्वर आपको